അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ വാർഷിക പരീക്ഷയ്ക്ക് വന്ന മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനോടൊക്കെ യോജിച്ചത് ഇപ്പുറത്തെ ഭാഗത്തുള്ള ആ ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തത് വായിച്ചു നോക്കാം. അബൂ സുഫിയാൻ്റെ മകൾ. അപ്പോൾ അബൂ സുഫിയാൻ്റെ മകൾ ആരാണെന്ന് ആ ബോക്സിലുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ബോക്സിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. വറഖത്ത് ഇബ്നു നൗഫൽ, ഹബഷ, അബുൽ ഖാസിം, ഉമ്മു ഹബീബ, മാരിയത്തുൽ ഖിബ്തിയ, ജബലുൻ നൂറിലാണ് റുഖയ്യ ബീവി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അബൂ സുഫിയാൻ്റെ മകൾ അതാരാണ്? ഉമ്മു ഹബീബ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉമ്മു ഹബീബ എന്ന് എഴുതുക. രണ്ടാമത്തത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ ഭാര്യ അതാരാണ്? റുഖയ്യ ബീവി. അപ്പോൾ അവിടെ റുഖയ്യ ബീവി എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ്. ഏതാണ് സ്ഥലം? ഹബഷ. അപ്പോൾ അവിടെ ഹബഷ എന്ന് എഴുതുക. നാലാമത്തത്, പൂർവ വേദങ്ങൾ പഠിച്ച പണ്ഡിതൻ അതാരാണ്? വറഖത്ത് ഇബ്നു നൗഫൽ. അപ്പോൾ അവിടെ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് എഴുതുക. അഞ്ചാമത്തത്, ഹിറാ ഗുഹ അതെവിടെയാണ്? ജബലുൻ നൂറിലാണ്. അപ്പോൾ അവിടെ ജബലുൻ നൂറിലാണ് എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത്, ഇബ്രാഹിമിൻ്റെ മാതാവ്. അപ്പോൾ ഇബ്രാഹിമിൻ്റെ മാതാവ് ആരാണ്? മാരിയത്തുൽ ഖിബ്തിയ. ഇനി ഏഴാമത്തത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ എന്ന പാഠത്തിലൊക്കെ പറയുന്നതാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒക്കെ കഥ അല്ലേ? ഖദീജ ബീവിയിലുണ്ടായ മക്കളും പിന്നെ മാരിയത്തുൽ ഖിബ്തിയയിൽ മാത്രം ഉണ്ടായ മക്കളും അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇബ്രാഹിമിൻ്റെ മാതാവാണ് ആര്? മാരിയത്തുൽ ഖിബ്തിയ. ഇനി ഏഴാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപനാമം എന്താണ്? അബുൽ ഖാസിം. അപ്പോൾ അവിടെ അബുൽ ഖാസിം എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ നമുക്ക് എടുത്തെഴുതാം. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കളുണ്ട്. അപ്പോൾ ആൺമക്കളെയും പെൺമക്കളെയും വേർതിരിച്ചെഴുതാനാണ്, ഓരോ പേര് വേർതിരിച്ചെഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. മൂസ നബി, ഖാസിം, സൈനബ്, ഖദീജ, റുഖയ്യ, ഉമ്മു കുൽഥൂം, ഫാത്തിമ, അബ്ദുള്ള. അപ്പം ആദ്യം ഒന്നാമത്തേത് നോക്കാം. ആൺമക്കൾ. ആൺമക്കളിൽ ഒന്നാമത്തേത് ആരാണ്? അവിടെ എഴുതാനുള്ളത് ഖാസിം അബ്ദുള്ള. അപ്പം അത് അവിടെ എഴുതി കൊടുക്കുക. ഖാസിമും അബ്ദുള്ള എന്നുള്ളത് ആൺകുട്ടികൾ, ആൺമക്കൾ എന്നുള്ള ഭാഗത്ത് എഴുതുക. രണ്ടാമത്തേത് പെൺമക്കളാണ്. അപ്പോൾ പെൺമക്കൾ എന്നുള്ള സ്ഥലത്ത് ഏതൊക്കെ എഴുതാം? സൈനബ് എന്നെഴുതാം, റുഖയ്യ എന്നെഴുതാം, ഉമ്മു കുൽഥൂം എന്നെഴുതാം, ഫാത്തിമ എന്നെഴുതാം. അപ്പം അത് നാലും അവിടെ പെൺമക്കൾ എന്നുള്ള ഭാഗത്ത് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. പൂർത്തിയാക്കാം. അപ്പോൾ രണ്ടാമത്തേത് ഒന്നുകൂടെ നോക്കാം. ആൺമക്കൾ ഖാസിം അബ്ദുള്ള, പിന്നെ പെൺമക്കൾ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽഥൂം, പിന്നെ ഫാത്തിമ. ഇനി മൂന്നാമത്തേത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 4ഓളം ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താക്കാനാണ്? പൂരിപ്പിച്ചെഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞാണ് ഫാത്തിമ ബീവി വഫാത്തായത്. അപ്പോൾ അവിടെ വഫാത്തായത് എന്നാണ് എഴുതി ചേർക്കാനുള്ളത്. ഇനി രണ്ടാമത്തത്, ഖുറൈശി ഗോത്രത്തിലെ ഖുവൈലിദിൻ്റെ മകളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മാതാവാണ് ആര്? അല്ലെ, പിതാവാണ് ആര്? ഖുവൈലിദ്. അപ്പോൾ ഖുറൈശി ഗോത്രത്തിലെ ഖുവൈലിദിൻ്റെ മകളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഇനി മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്താതെ അബൂ ത്വാലിബ് ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. അപ്പോൾ അവിടെ കഴിക്കുമായിരുന്നില്ല എന്ന് എഴുതി ചേർക്കുക. ഇനി നാലാമത്തത്, ഏതാനും ദിവസം സുവൈബത്തുൽ അസ്ലമിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്തു. അപ്പോൾ അവിടെ മുല കൊടുത്തു എന്ന് എഴുതുക. ഇനി അടുത്ത ഭാഗം നോക്കാം. വ്യക്തമാക്കാം.
അപ്പോൾ താഴെ 4 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തമാക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഹലീമ ബീവിയുടെ മകൻ. അപ്പോൾ ഹലീമ ബീവിയുടെ മകനായിരുന്നു ആര്? ലംറത്ത്. അപ്പോൾ അവിടെ ലംറത്ത് എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തത്, ഹലീമ ബീവിയുടെ ഗോത്രം. ഹലീമ ബീവിയുടെ ഗോത്രം അതേതായിരുന്നു? ബനു സഅദ്. അപ്പോൾ ബനു സഅദ് ഗോത്രത്തിലായിരുന്നു ഹലീമ ബീവി ഉണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം അതേതായിരുന്നു? ഹിജ്റ 6-ാം വർഷമായിരുന്നു. അപ്പോൾ ഹിജ്റ 6-ാം വർഷമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത്. ഇനി നാലാമത്തെ ഭാഗം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതലേ വിട്ടുനിന്നു ഏതിൽ നിന്നെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതൽ വിട്ടുനിന്നത് എന്തിൽ നിന്നെല്ലാമായിരുന്നു? എന്തൊക്കെയായിരുന്നു? അക്രമം, അനീതി, ബിംബാരാധന തുടങ്ങിയവയിൽ നിന്ന്. അക്രമവും അനീതിയും ബിംബാരാധനകളിൽ നിന്നും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിലെ വിട്ടുനിന്നിരുന്നു. ഇനി 5-ാമത്തെ ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? ഹബശയിലേക്കുള്ള 2-ാം ഹിജ്റ യാത്രയിൽ എത്ര പേരുണ്ടായിരുന്നു? അപ്പോൾ ആദ്യം ഹബശയിലേക്ക് പോയിട്ടുണ്ട്, പിന്നെ 2-ാമത്തെ പ്രാവശ്യം ഹബശ യാത്രയിൽ എത്ര പേരുണ്ടായിരുന്നു? പുരുഷന്മാരെത്ര, സ്ത്രീകൾ എത്ര? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ പുരുഷന്മാർ 82, സ്ത്രീകളോ 18. അപ്പോൾ 82 പുരുഷന്മാരും 18 സ്ത്രീകളുമായിരുന്നു ഹബശ യാത്രയിൽ ഉണ്ടായിരുന്നത്. 2-ാമത്തെ ഹബശ യാത്രയിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, മക്കയുടെ ഉപനാമങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയായിരുന്നു മക്കയുടെ ഉപനാമങ്ങൾ? 1 ബക്ക, 2-ാമത്തേത് ഉമ്മുൽ ഖുറ. ഇനി 3-ാമത്തെ ചോദ്യം, ഖദീജ ബീവിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചു എത്ര കാലമായിരുന്നു ഖദീജ ബീവിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചത്? 25 വർഷം. 25 വർഷമായിരുന്നു ഖദീജ ബീവിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചിരുന്നത്. ഇനി 4-ാമത്തെ ചോദ്യം നോക്കാം. ഖുറൈശികളുടെ നിസ്സഹകരണം മൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബവും താമസിച്ചു എവിടെ? ഖുറൈശികളുടെ നിസ്സഹകരണം മൂലം നബി കുടുംബം താമസിച്ചു എവിടെയായിരുന്നു? ഷിഅബ് അബി ത്വാലിബ്. അപ്പോൾ ഷിഅബ് അബി ത്വാലിബ് എന്നവിടെ എഴുതി കൊടുക്കുക. ഇനി അവസാനത്തെ ഭാഗമാണ് തെറ്റ് ശരിയാക്കി എഴുതാം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹനായിരുന്നു അബൂ ത്വാലിബ്. ആയിരുന്നോ? അബൂ താലിബ് ആയിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹൻ? അല്ലേ? അപ്പോൾ അത് ശരിയാക്കി എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ ആയിരുന്നു അബ്ദുൽ മുത്തലിബ്. അപ്പോൾ അവിടെ അബ്ദുൽ മുത്തലിബ് എന്നാണ് എഴുതാനുള്ളത്. അത് ശരിയാക്കിയിട്ട് എഴുതുക. ഇനി രണ്ടാമത്തത്, മക്കയിലെ സാവാ തടാകം വറ്റി വരണ്ടു. മക്കയിലെ ആയിരുന്നോ സാവാ തടാകം? അതെവിടെയായിരുന്നു? ഇറാനിലായിരുന്നു, അല്ലേ? അപ്പോൾ അവിടെ ഇറാനിലെ സാവാ തടാകം വറ്റി വരണ്ടു എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത്, പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നോ? ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു, അല്ലേ? അപ്പം അത് തെറ്റി ശരിയാക്കി എഴുതാം. പുരുഷന്മാരിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് എഴുതി കൊടുക്കുക. ഇനി നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പത്നി ആയിഷ റളിയല്ലാഹു അൻഹു ആയിരുന്നോ? അല്ല. അപ്പം അതവിടെ എഴുതി കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.